ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് അല്ലല്ലോ, സോറി, വീക്കിലി ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും പറഞ്ഞ് അങ്ങനെ ശീലമായിപ്പോയി. അപ്പോൾ എല്ലാവരും എന്തോ വലിയത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കഥകളൊക്കെ ഞാൻ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങളത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. കാരണം അതിൽ ലെവലുകളൊന്നുമില്ലല്ലോ, ഉപദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉപദേശം കേൾക്കാൻ ആർക്കും വലിയ താല്പര്യം കാണുകയില്ല. അപ്പം ഓക്കെ, കേൾക്കേണ്ടവർ കേൾക്കുക, നന്നാവണമെന്ന് ആഗ്രഹമുള്ളവർ കേൾക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇന്നലെ വൈകുന്നേരം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, US മാർക്കറ്റ് വലിയൊരു ഫോളിന് സാക്ഷ്യം വഹിച്ചു. അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഗിഫ്റ്റി അമ്മായി, നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഗിഫ്റ്റ് അമ്മായി അതുപോലെ തന്നെ താഴെ പോയി ഇല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും, പക്ഷേ കൂടുതൽ പേർക്കും എന്തുകൊണ്ടാണ് പൊട്ടിയത് എന്ന് മനസ്സിലാകത്തില്ല. കാരണം എല്ലാവരും ട്രംപ് ഈ വീക്കെൻഡിൽ താരിഫിൻ്റെ എക്സംഷൻ പ്രഖ്യാപിക്കും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും. ശരിയല്ലേ? ഈ ആഴ്ച 25% കട്ടെടുത്ത് മാറ്റും, പുതിയ താരിഫ് വരും, നമുക്ക് പുതിയ ഇളവുകൾ തരും എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ധാരാളം ആൾക്കാരാണ് എന്നെ കേൾക്കുന്നത്. പക്ഷേങ്കിൽ ഇന്നലെ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ആദ്യം നോക്കാം. എന്തുമാത്രം ഫോള് വീണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഏകദേശം ഇന്നലെ ഡൗ ജോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതാണ് ഡൗ ജോൺസ്. നെറ്റ് സ്ലോ ആണ്, ഒരു സെക്കൻഡ്. നെറ്റ് വർക്ക് ചെയ്യുന്നില്ലേ? ഓക്കെ. നല്ലൊരു ഫോള് ഇവിടുന്ന് കിട്ടി. ഏകദേശം 48,880 48 47 അല്ലേ, 48,880 നിന്ന് 48,400, ഏകദേശം ഒരു 400 പോയിൻറ്റിൻ്റെ ഫോളിനടുത്ത് നമുക്ക് ഡൗ ജോൺസിനകത്ത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ അമ്മായി ഗിഫ്റ്റി അമ്മായി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കാം. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ ക്ലോസിങ്ങിന് അവിടെ നിന്ന് ഏകദേശം ഒരു 26,123 ഇത് നോക്കിയാൽ മതി. 26,123 ഏകദേശം ഒരു 120-130 പോയിൻറ്റിൻ്റെ ഫോൾ നമുക്ക് ഗിഫ്റ്റ് അമ്മായും നൽകിയിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഇനി ഓപ്പൺ ചെയ്യുമ്പം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ. ഓക്കെ, ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യും എന്ന ഒരു അഭ്യൂഹം മാർക്കറ്റിൽ ഉണ്ട്. ഓക്കെ, ഇപ്പം നിലവിൽ ജപ്പാൻ്റെ 0.50 ആണ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്. ഈ 0.50 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെറും 0.5% മാത്രം. മനസ്സിലായില്ലേ? നമ്മൾ ഇന്ത്യയും അമേരിക്കയും ഒക്കെ 4, 4.5, 5 ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വെക്കുമ്പം ജപ്പാനിൽ വെറും 0.50 മാത്രമേ ഉള്ളൂ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് അനേക രാജ്യങ്ങളും വലിയ വലിയ കോർപ്പറേറ്റുകളും ജപ്പാനിൽ നിന്നും പൈസ ലോൺ എടുത്ത് അല്ലെ കടമെടുത്ത് വേറെ രാജ്യങ്ങളിൽ പോയി എമർജിങ് മാർക്കറ്റുകളിൽ, അതായത് നമ്മളിപ്പോൾ ഇന്ത്യ, ചൈന അങ്ങനെയുള്ള എമർജിങ് മാർക്കറ്റിൽ ആ പൈസ അവിടുന്ന് കടമെടുത്ത് ആ കാശ് കൊണ്ടുപോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവർ പണം ഉണ്ടാക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം കാലാകാലങ്ങളായിട്ട് 0 ആയിരുന്നു ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ്. പിന്നെ അതിന് ശേഷമാണ് 0.25 കൂട്ടി. പിന്നെ 2024 തോന്നുന്നു, 24 അതിൻ്റെ ഓർമ്മ, 0.25 എന്നുള്ളത് 0.5 ആക്കി. ഓക്കെ, ഇപ്പം അത് 0.75 ആക്കാനുള്ള പരിപാടിയാണ്. 0.25 അതിനത് കൂട്ടും എന്നുള്ളൊരു ചിന്ത ഒരു അനലിസ്റ്റുകൾ ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പം ഈ ലോൺ എടുത്തവരൊക്കെ എന്ത് ചെയ്യണം? പൈസ കൊണ്ടുപോയി തിരിച്ച് ഇവിടെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാകുമ്പം ഈ പൈസ ഈ വലിയ കോർപ്പറേറ്റുകൾക്കോ അല്ലെ വലിയ ടീംസിനോ പൈസ തിരിച്ചു കിട്ടണം. എന്ത് ചെയ്യണം? ഈ എമർജിങ് മാർക്കറ്റിൽ നിന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്ത് ചെയ്യണം? തിരിച്ചു വലിക്കണം. അങ്ങനെ തിരിച്ചു വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ മാർക്കറ്റിലൊരു ഫോള്
ടെമ്പററി ആയിട്ടെങ്കിലും ഒരു ഫോൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് മാർക്കറ്റ് നിലവിൽ പൊട്ടാനുള്ള കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് ഏകദേശം എനിക്കൊന്ന് 1 വർഷത്തിന് മുന്നേ ആണെന്ന് തോന്നുന്നു ഇതുപോലെ തന്നെ ഒരു ഫോള് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു വലിയൊരു ഫോൾ, എനിക്ക് തോന്നുന്നൊരു 400 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ്. ഞാൻ ഒരു മിനിറ്റ് ഞാൻ ആ ഡേറ്റ് ഒന്ന് നോക്കിയോട്ടെ, ഒരു സെക്കൻഡ് ഞാൻ ആ ഡേറ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ആ ഡേറ്റ് ഒന്ന് തപ്പാൻ പോയിക്കുമായിരുന്നു. ഇതാണ് ആ ഓഗസ്റ്റ് 5-ാം തീയതി വലിയൊരു ഗ്യാപ്പ് ഡൗണിലൂടെ, അതായത് അന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തില്ല, പക്ഷേ അങ്ങനെ മാർക്കറ്റ് ഒരു അഭ്യൂഹം വന്നു, ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യും, ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യും, 0.25 നിന്ന് 0.5 ഹൈക്ക് ചെയ്യും എന്നൊരു ന്യൂസ് പകർന്നു. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഈ വീക്കെൻഡിലാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ അഭ്യൂഹങ്ങളുണ്ടായത്. അതിനുശേഷം 5-ാം തീയതി തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം വലിയൊരു ഗ്യാപ്പ് ഡൗൺ. ആ ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുമ്പം ഏകദേശം മാർക്കറ്റ് ക്ലോസ് ചെയ്തത് അന്ന് 720 ക്ലോസ് ചെയ്തത്. അതിനുശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ ഏകദേശം 720 നിങ്ങൾ പേടിക്കൊന്നും ചെയ്യില്ല കേട്ടോ, ഞാനിത് പറയുന്നുണ്ട്. 700 മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 294 ഏകദേശം ഒരു 400 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടിയത്. പിന്നെ അതിനുശേഷം അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഏകദേശം, നിങ്ങൾ പേടിക്കല്ലേ, ഏകദേശം 700 പോയിൻറ്റ്, ഒരു 650 പോയിൻറ്റോളം മാർക്കറ്റ് അന്ന് ഫോൾ ചെയ്തു. 650 പോയിൻറ്റ് അന്ന് അങ്ങനെ ഒരു റൂമർ മാർക്കറ്റ് വന്നപ്പോൾ തന്നെ, മനസ്സിലായോ? അപ്പം എന്ന് പറഞ്ഞ് നാളെ തിങ്കളാഴ്ച ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. തിങ്കളാഴ്ച ഇത് പറഞ്ഞ് ഇങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും ഈ പാനിക് സെല്ലിങ്, ഗ്ലോബൽ മാർക്കറ്റിലെ പാനിക് സെല്ലിങ് കാണുമ്പോൾ നമ്മൾ കുറച്ച് പ്രതീക്ഷിച്ചിരിക്കുക. അപ്പം എന്തായാലും റേറ്റ് ഹൈക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഏകദേശം കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കാരണം ജപ്പാനിലെ പത്രങ്ങൾ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവിടെ ഉണ്ട്, ജപ്പാനിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ അവിടുത്തെ അനലിസ്റ്റുകളും ഇതുപോലെയാണ് 0.5 നിന്ന് 0.75 ഹൈക്ക് ചെയ്യും എന്നാണ് പറഞ്ഞ്. ഞാനും കുറേ ന്യൂസുകൾ തപ്പി നോക്കിയപ്പോൾ എല്ലായിടത്തും അവർ 0.5 നിന്ന് 0.75 അപ്ഗ്രേഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഹൈക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ വലിയ ആൾക്കാർ, വലിയ ഗവൺമെൻറ്റുകളായാലും വലിയ കോർപ്പറേറ്റുകളായാലും അവിടുന്ന് എടുത്ത ലോൺ തിരിച്ചവിടെ കൊണ്ട് അടക്കേണ്ടി വരും. അപ്പോൾ ആ എടുത്ത ലോൺ അവർ എമർജിങ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ എമർജിങ് മാർക്കറ്റിൽ നിന്ന് അവർ ഫണ്ട് പിൻവലിക്കേണ്ടി വരും. അങ്ങനെ പിൻവലിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് മാർക്കറ്റിൽ ഫോൾ വരുന്നത്. ഇതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. കാര്യം മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ആകുമ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മാർക്കറ്റിലൊരു പാനിക് സെല്ലിങ് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് സ്റ്റോക്ക് മാർക്കറ്റാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോക്കകത്തിൽ എല്ലായിടും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ വലിയ പ്രൊഡിക്ഷൻസ് അങ്ങനെ നടത്താറില്ല. മാർക്കറ്റ് ഇതുവരെ കയറും, അല്ലെങ്കിൽ ഇത്ര വരെ പോകും, അല്ലെ ഇന്ന് ഇത്ര മുട്ടും, അങ്ങനൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ എങ്ങും പറയാറില്ല. കാരണം എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിനൊപ്പം പോവുക, അതായിരിക്കണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും ഒരു ബ്ലൈൻഡ് ആയിരിക്കാൻ പാടില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ട്രേഡറായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കരുത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇന്ന് ഈ ആഴ്ച എൻ്റെ പിന്നെ പ്രഡിക്ഷൻ 26,000 അല്ലെങ്കിൽ 27,000 അല്ലെങ്കിൽ 26,500 ആണ്. ഓക്കെ, അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുക. നോ, നെവർ. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഇത് സ്റ്റോക്ക് മാർക്കറ്റാണ്. ഇത് ഒരു മനുഷ്യനും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റിനും ദൈവം തമ്പുരാനും അല്ലാതെ വേറെ മൂന്നാമതൊരു വ്യക്തിക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് അസന്നിഗ്ധമായിട്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം ആ കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മളിവിടെ സംസാരിക്കുന്നത്, നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് എന്താണ്? സാധ്യതകളെ പറ്റിയാണ്, പോസിബിലിറ്റീസാണ്, പ്രോബബിലിറ്റീസാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇല്ലേ? അതിനെപ്പറ്റിയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ചിന്തകൾക്കെതിരായിട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രെൻഡിനൊത്ത് പോവുക. നമ്മുടെ ട്രെൻഡ് എന്താണോ ആ ട്രെൻഡ്, നമ്മുടെ പഠനമാണ്. നമുക്ക് പഠനം ഇല്ല ഒരു പടി നടക്കത്തില്ല. പഠനത്തോടൊപ്പം മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണോ, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണോ
അതറിഞ്ഞ് നമ്മൾ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം മാർക്കറ്റ് നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ അറിയാം, അല്ലെങ്കിൽ പാതിരാത്രി കഴിയുമ്പം പിന്നെ US ഫ്യൂച്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും മാർക്കറ്റിൻ്റെ ഗതി എന്തുവാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗതി അറിയാൻ പറ്റും എങ്ങോട്ടാണ് ഓപ്പണിംഗ് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, അല്ലാതെ ഞാൻ പറഞ്ഞ ഇതാണ് അതുകൊണ്ട് അവിടം വരെ മാർക്കറ്റ് പോകും, നോ, ഒരിക്കലും അങ്ങനെയല്ല. നമ്മളങ്ങനെ ഒരിക്കലും നമുക്ക് മാർക്കറ്റിനെ ബ്ലൈൻഡായിട്ട് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ട്രെൻഡിനകത്ത് ഗോ വിത്ത് ട്രെൻഡ്, ഇതായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ. ഓക്കെ, ഒരു കാരണവശാലും ഞാൻ പിടിച്ച കൊമ്പിനും പോലെ മുയലിന് 3 കൊമ്പാന്ന് പറഞ്ഞ് അതേ പിടിച്ചിരിക്കാൻ ഒരു കാരണവശാലും പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യം പറയാൻ മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ഏറ്റവും വലിയൊരു അൺസർട്ടനിറ്റി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ എല്ലാവർക്കും ആശ തന്ന വ്യാഴാഴ്ച തേഴ്സ്ഡേ എല്ലാവർക്കും ആശ തന്ന ഒരു സംഭവമാണ്. മോഡി ആരെ വിളിച്ചു? ട്രംപിനെ വിളിച്ചു എന്നുള്ളൊരു ഫോൺ കോൾ, വയ ഫോൺ കോൾ വിളിച്ചു എന്നുള്ള ഒരു ന്യൂസ് വന്നു. പെട്ടെന്ന് മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് കയറാൻ തുടങ്ങി. എന്താ കാര്യം? അപ്പോൾ മോദി ട്രംപിനെ വിളിച്ചില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ താരിഫിന് ഒരു തീരുമാനം ഉണ്ടാകുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 50% എന്നുള്ളത് 25% കട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീതി മാർക്കറ്റിലുണ്ടായി. അതിൻ്റെ ഒരു ബൈ ആണ് 2 ദിവസം, വ്യാഴവും വെള്ളിയും 2 ദിവസം മാർക്കറ്റിൽ പറന്ന് നടന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ പലരും എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ട്രംപ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം ട്രംപ് എന്തായാലും വീക്കെൻഡിൽ എന്തെങ്കിലും പറയും. സാധാരണഗതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മളൊരു ലോജിക്ക് വെച്ച് ചിന്തിക്കുക. ഓക്കെ, നമ്മൾ കുറച്ച് ബുദ്ധിയോടൊക്കെ ഉപയോഗിക്കുക. നമ്മൾ എന്താ ബ്ലൈൻഡായിട്ട് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുക, നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് മോദി ഇപ്പം ട്രംപിനെ അങ്ങോട്ട് വിളിച്ചു സംഭവിച്ചു, എന്ത് കാര്യത്തിനാണ് നമുക്കറിയത്തില്ല. ഇത് ട്രേഡ് ഡീൽ സംസാരിക്കാനാണോ വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കുന്നത് നമുക്കറിയത്തില്ല. ഇതൊക്കെ എല്ലാ അഭ്യൂഹങ്ങളാണ് മാർക്കറ്റിൽ. അപ്പം ഇത് സപ്പോസ് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ട്രംപ് എന്താ ചെയ്യേണ്ടത്? ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യണം? പിന്നെ റിപ്ലൈ ചെയ്യും. സാധാരണ എന്നെ ഇങ്ങനെ നരേന്ദ്രമോദി വിളിച്ചായിരുന്നു, ഞങ്ങളുടെ ഡിസ്കഷൻ നടക്കുകയാണ്, നല്ല ആശാവഹമായ കാര്യങ്ങളാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഡീൽ സമാപ്തി വരും എന്ന് പറഞ്ഞ് നീട്ടി വലിച്ച് പുള്ളി ട്രൂത്ത് സോഷ്യലിൽ ഒരു സാധാരണ ഇതിൽ പോസ്റ്റ് ഇടുന്നതാണ്. പക്ഷേ ഈ വ്യാഴാഴ്ചയാട്ടെ വെള്ളിയാഴ്ചയാട്ടെ ഇങ്ങനൊരു സംഭവം എന്ത് ചെയ്തിട്ടില്ല, ട്രൂത്ത് സോഷ്യൽ ഉണ്ടായിട്ടില്ല. ഇതിനെപ്പറ്റി നമാശിമ എന്നൊരക്ഷരം ആരും മിണ്ടിയിട്ടില്ല. നമ്മളുടെ ട്രംപ് ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ കാര്യം ചിന്തിച്ചോണം, അത്ര പന്തിയല്ല ഇതിനകത്ത്. ഈ വാഗോണ്ട് പറഞ്ഞെങ്കിലും വലിയ ധാരണകളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം ഇന്നിപ്പം ശനിയാഴ്ചയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്, നാളെ ഞായറാഴ്ചയാണ്, നാളെ ഇനി സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്ക് മാർക്കറ്റ് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോൾ ഇത് ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ആൾക്കാർ ധാരാളം പേര് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഈ വീക്കെൻഡിൽ പിന്നെ ട്രംപ് ഇങ്ങനെ പറയും, അപ്പം മാർക്കറ്റ് പറന്ന് കയറും, തിങ്കളാഴ്ച മിക്കവാറും അടുത്ത ഓൾ ടൈം ഹൈ അടിക്കും എന്നൊക്കെ ധരിച്ചിരിക്കുന്ന ധാരാളം ആൾക്കാർ കാണുമായിരിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗ്യാമ്പിളിങ്ങിനുള്ള സ്ഥലമല്ല. നിങ്ങൾ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഗ്യാമ്പിളിങ്ങിനുള്ള സ്ഥലമല്ല, ഒരു ചൂതാട്ട കേന്ദ്രമല്ല, ഇതൊരു ബിസിനസ്സാണ്. ഓക്കെ, ആ ബിസിനസ്സിൻ്റെ ആയിട്ടുള്ള രീതിയിൽ കണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ വന്നെടുക്കൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് ഇതിനകത്ത് വിജയിച്ച് പോകാൻ പറ്റും. പിന്നെ കുറച്ച് ന്യായം കൂടെ പാലിക്കുക, അല്ലാതെ ആവശ്യമില്ലാതെ ആക്രമണത്തിന് പോയി കൊള്ള കാശ് കളയാതെ ന്യായമായിട്ടുള്ളത് കിട്ടി അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയോടെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പിന്നെ എന്താ പറയുന്നത് ബാലികേറാ മലയൊന്നും അല്ല. നിങ്ങൾക്കൊക്കെ ഇത് കൈയടക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് പലർക്കും ഒരു പിന്നെ മിഥ്യാധാരണയുണ്ട്, സാറേ ഇതിനകത്ത് ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നുള്ള കാര്യം. നോ, നെവർ. അത്യാവശ്യം നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാമോ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് നിലനിന്ന് പോകാം. ഇവിടെ പ്രശ്നം പറ്റുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധി കൂടിയവർക്കാണ്. ഈ ബുദ്ധിയും വിദ്യാഭ്യാസം കൂടിയവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായില്ലേ? കാരണം എന്താ, അവർ വളരെ കൂലങ്കഷമായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കും. ഇതങ്ങനെ വേണം, ഇതിങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ പോകും. അവരുടേതായിട്ടുള്ള തിയറികളും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും, ഇവരിത് വളരെ അധികം ചിന്തിച്ച് കൂട്ടും, അവസാനം ട്രേഡ് ലോസിലോട്ട് പോകും. അതേസമയം അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാം, കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അതിന് 10 പോയിന്റ് കിട്ടി അതുകൊണ്ട് വീട്ടിൽ പോകാൻ അവൻ നോക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആരെയും കുറ്റം പറഞ്ഞു, നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ഈ പറയുന്നതല്ല, നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡിൽ കാണും, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത്.
ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ നിങ്ങളിത് കാണുക. നിങ്ങളൊരു പിന്നെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നുള്ള കാര്യം മാത്രം വിചാരിച്ചാൽ മതി. അല്ലാതെ ഞാൻ നിങ്ങളെ കുത്തി പറഞ്ഞു അങ്ങനൊന്നും നിങ്ങൾ ആരും ധരിക്കരുത്. ഓക്കെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അത് വിചാരിച്ചാൽ മതി. എന്നേക്കാൾ പ്രായം കൂടിയവരാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പിനകത്തുള്ളത്. ഓക്കെ, അപ്പം പിന്നെ നമ്മളെന്താ പറഞ്ഞു വന്നത്? അപ്പം ട്രംപ് ഇങ്ങനൊരു കാര്യവും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതും ഒരു പ്രശ്നമായി. ഓക്കെ, ഇനിയിപ്പം അടുത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തൊരു നെഗറ്റീവ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം നെഗറ്റീവാണ് കൂടുതലും പറയാനുള്ളത്. അവരുടെ പിന്നെ US സെനറ്റിനകത്തിൽ, പിന്നെ US കോൺഗ്രസ്സിനകത്തിലാണെങ്കിൽ ഡെമോക്രാറ്റുകൾ ഒരു പ്രമേയം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു പ്രമേയം കൊണ്ടുവരുന്നുണ്ട്. പ്രസിഡൻറ്റ് ഇങ്ങനെ ഉപയോഗിക്കുന്ന അധികാരം, ഇപ്പോൾ ഈ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലേ, പല രാജ്യങ്ങൾക്ക് ടാക്സ് അടിച്ചു കൊടുത്തില്ലേ, ഇത് ആക്ച്വലി ഇത് കോൺഗ്രസ്സിൽ പാസ്സായിട്ടുമാണ് ഇത് ചെയ്യാൻ. പക്ഷേങ്കിൽ ട്രംപ് ചെയ്തത് സ്വന്തം അധികാരം ഉപയോഗിച്ച്, സ്വന്തം പ്രസിഡൻഷ്യൽ പവർ ഉപയോഗിച്ച് ചെയ്തതാണ്. ഇത് തെറ്റാണ്, ഇതിനെ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ് ഡെമോക്രാറ്റുകൾ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന താരിഫ് അത് നീതിയുക്തമല്ല എന്ന് പറഞ്ഞ് ഡെമോക്രാറ്റുകൾ അതിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ ഇന്ത്യയുടെ പേരാണ് എടുത്തു പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കൂട്ടുമ്പോൾ അണ്ണന് നമ്മളോട് കലിപ്പ് കൂടാനാണ് സാധ്യത കൂടുതൽ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഇതിപ്പോൾ നമ്മളെല്ലാം അതിൻ്റെതായിട്ടുള്ള ആംഗിളിൽ വേണം ചിന്തിക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ തിങ്കളാഴ്ച പ്രശ്ന കലുഷിതമായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ, മാർക്കറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഒത്തിരി ഞാൻ പറഞ്ഞ സമയം അങ്ങ് പോയി, പക്ഷേ പറയേണ്ട അനിവാര്യതയാണ്. നിങ്ങൾക്ക് സമയമുള്ളവർ കേൾക്കുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് ഡേ ചാർട്ടിലോട്ട് വരാം. ഡേ ചാർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിത് പണ്ട് വരച്ചിട്ടേക്കുന്ന സാധനം അല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് നമ്മളിവിടെ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കാണുമ്പം ഇത് ഒരു കുണം പിടിക്കാത്ത ട്രെൻഡ് ലൈനായിട്ട് തോന്നും. പക്ഷേ അങ്ങനെ കുണം പിടിക്കാതെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് നല്ലൊരു വാലിഡ് ട്രെൻഡ് ലൈൻ തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട് അവിടെ അങ്ങനെ വരച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് മേലോട്ടും താഴോട്ടൊക്കെ ഇറങ്ങി കയറി വരച്ചേക്കുന്നത് തോന്നും. പക്ഷേങ്കിൽ ഇതൊരു വാലിഡ് ലൈനാണ്. ആ ലൈന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് 26,000 മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 26,000 മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്, ശരിയല്ലേ? പക്ഷേങ്കിൽ ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ഈ ജപ്പാൻ്റെ ഈ പ്രശ്നവും US ഈ പ്രശ്നവും ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പക്ഷേ നാളെ മാർക്കറ്റ് തിങ്കളാഴ്ച ഗ്യാപ്പ് ഡൗൺ ഉള്ള സാധ്യതയായിരിക്കും വളരെ കൂടുതൽ. അങ്ങനെ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഡേ വൈസിൽ മെയിൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് 26,645 ഡേ വൈസിൽ. കാരണം എന്താണ്? പ്രീവിയസ്ലി ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത ഒരു ഏരിയയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സിവിയർ ഫോൾ വരുവാണെങ്കിൽ, അതാ ഞാൻ പറഞ്ഞിട്ട്, സിവിയർ ഫോൾ വരുവാണെന്നുണ്ടെങ്കിൽ 25,645 നമുക്കൊരു നിർണായകമായിട്ടുള്ളൊരു നമ്പറായിരിക്കും. ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, ഇതും ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്കൊരു പിന്നെ തിരിച്ചവിടുന്ന് കയറുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അല്ല, ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണ് 25,466. ഈ 2 പോയിൻറ്റുകൾ മാത്രം നിങ്ങൾ, കാരണം പലപ്പോഴും മാർക്കറ്റ് അവിടെ വന്നിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. അത് ഇവിടെ നോക്കി കണ്ടോ, ഇത് കണ്ടോ, മാർക്കറ്റ് അവിടെ വന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിൽ വന്ന് ഒന്നുകിൽ ഇവിടെ വരണം, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ച് കയറി പോകണം. ഓക്കെ, ഇല്ല ഇതും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ സപ്പോർട്ടുള്ള ഇതാണ്, ഈ പോയിന്റ് ആണ് സപ്പോർട്ട്. കണ്ടോ, ഇവിടെ വന്ന് ഒരു പ്രാവശ്യം മാർക്കറ്റ് ഇവിടെ വന്ന് വീണ് ഇറങ്ങിയിട്ട് നേരെ തിരിച്ച് കയറി മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അഥവാ ഇത് പൊട്ടിയാൽ ഇവിടെ വന്ന് ഡേ വൈസിലെ കാര്യമായി പറയുന്നത്, ഒരു ദിവസത്തെ കാര്യമായി പറയുന്നത്, ഇവിടെ വന്ന് തട്ടി തിരിച്ച് മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ ഗ്രീൻ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ അല്ല, ഏത് ക്യാൻഡിലായാലും ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം. ഓക്കെ, ഇനി അല്ല ഇതും രണ്ടും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീക്കിലി ആണെങ്കിലും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ കണ്ടോ? ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ നമുക്ക് അടുത്ത വെരി നിർണായകം. ഓക്കെ, അടുത്ത പിന്നെ സപ്പോർട്ട് കിട്ടാനുള്ളത് ഈ ട്രെൻഡ് ലൈനാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും കാര്യം ഡേ വൈസിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, നമുക്കിനിയും ഇൻട്രാഡേയിലോട്ട് വരാം. കാര്യം മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ? നമുക്കിനിയും ഇൻട്രാഡേയിലോട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ഇൻട്രാഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ
ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ചു കൺസോൾട്ടേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അല്ലേ. നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് പോട്ടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കഴിഞ്ഞ ദിവസത്തെ ഓപ്പണിംഗ് ആയിരുന്നു, അതും വേണ്ട, അതും പോട്ടെ. ഒത്തിരി ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് കളയാം, ഇതിനൊന്നും ആവശ്യമില്ല, പോട്ടെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കണ്ടേ? ഞാൻ മുൻപേ പറഞ്ഞു, മാർക്കറ്റ് ഇനിയും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ഇവിടെ ഉള്ള പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 26.046 മാർക്കറ്റ് നിൽക്കുന്നത്. നാളെ ഗ്യാപ് ഡൗൺ എവിടെ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, 100, 200, 300 ഗ്യാപ് ഡൗൺ ആണ്, എത്രയാവുന്ന ഉണ്ടാകുന്ന അറിയത്തില്ല. അപ്പം നാളെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഏത് ലെവലിലാണ് ഒന്ന് സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക, ഏത് ലെവലിലാണ്. കാരണം നമ്മൾ ലെവലുകൾ താഴോട്ട് ഇഷ്ടംപോലെ വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ലെവലിലാണ് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക. ഈ ലെവലുകൾ എല്ലാം വരച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ. അപ്പം അവിടെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് അവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. നേരെ ഇപ്പം 400 പോയിൻ്റൊക്കെ ഗ്യാപ് ഡൗൺ, ഞാൻ നിങ്ങളെ വീണ്ടും പറയാം, പേടിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയുമല്ലേ, 300-400 പോയിൻ്റൊക്കെ ഗ്യാപ് ഡൗൺ അങ്ങനെ വല്ല സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒരു 200 പോയിൻറ്റിന് മുകളിൽ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു പക്ഷെങ്കിൽ കുറച്ച് നേരത്തെങ്കിലും തിരിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് ശേഷം മാത്രമേ മാർക്കറ്റ് എങ്ങോട്ടാണ് തിരിയേണ്ട എന്നുള്ള തീരുമാനം എടുക്കത്തുള്ളൂ. അപ്പം ഇപ്പോൾ നമുക്കൊന്നും നമുക്കൊരു ഊഹമില്ല. ഇപ്പോൾ നിലവിലെ അവസാനിച്ച് 120 പോയിൻ്റാണ് ഗ്യാപ് ഡൗൺ നിഫ്റ്റി കാണിക്കുന്നത്, 120 പോയിൻ്റ്. അപ്പം ഇതിൻ്റെ ഫർദർ ഫോള് ഇനിയും നാളെ തിങ്കളാഴ്ച വെളുപ്പം കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. അത് വെച്ച് മാത്രമേ നമുക്കൊരു അടുത്തൊരു ഫർദർ സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. തൽക്കാലം നിങ്ങളുടെ മനസ്സിൽ ഇതിരിക്കുക. ഓക്കെ, ഏത് പോയിന്റിലാണോ നമുക്ക് ഗ്യാപ് ഡൗൺ കിട്ടുന്നത് അവിടെ നമുക്ക് തീരുമാനം എടുക്കാം. അത് നമുക്ക് ഗ്രൂപ്പിൽ തിങ്കളാഴ്ച രാവിലെ വോയിസ് ഇടുമ്പോൾ കൃത്യമായിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ് നോക്കാനുള്ളത്. ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈ നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഇവിടെ നമുക്കിപ്പം നിഫ്റ്റി ഇപ്പോൾ 200 പോയിൻ്റ് ഗ്യാപ് ഡൗൺ എന്ന് വിചാരിച്ചു. 200 പോയിൻ്റ് ഗ്യാപ് ഡൗൺ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 400 മുതൽ 500 വരെ ഒരു ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കേണ്ട സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് 59-400 റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 59-389 ക്ലോസിങ്, 59-400 നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 59,000 ഈ പറയുന്ന 59,000, 58,800 കണ്ടല്ലോ, 58,800 ഇവിടെ ഉണ്ട്, 59,000 ഇവിടെയുണ്ട്. അപ്പോൾ ഈ റേഞ്ചിൽ എവിടെയാണ് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കാണുന്നു, നോക്കട്ടെ, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വല്ല പ്രയോജനം ഉണ്ടാവുമോ നോക്കാം നമുക്ക്. അതൊരു ഒരു ഗുണമുള്ളൊരു ട്രെൻഡ് ലൈനാണ് ആ കാണുന്നത്. ചുമ്മാ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കാം ഞാൻ. ചിലപ്പോൾ ഇവിടെ കാണാൻ വന്ന് തട്ടി നിന്നാലോ, ഇല്ലേ, ചുമ്മാ കിടക്കട്ടെ, എവിടെ കിടക്കട്ടെ, നിങ്ങൾക്ക് തട്ടമൊന്നുമില്ലല്ലോ. നമ്മുടെ വര, നമ്മുടെ ചാർട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, എവിടെയാണ് സപ്പോർട്ട് എടുക്കുന്നത്? 59,000-ലാണോ അതോ 59,800 റേഞ്ചിലാണോ സപ്പോർട്ട് എടുക്കുന്നതെന്ന് ബാങ്ക് നിഫ്റ്റി നോക്കുക. അതിനുശേഷം ട്രെൻഡ് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ വയ്ക്കുക. മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയാനാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു തട്ടുകേട് പറ്റിയാൽ അടി ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് മിഡ് ക്യാപ്പായിരിക്കും. കാരണം ഒരു മയവും കാണത്തില്ല. ഇത് പലർക്കും മിഡ് ക്യാപ്പിൽ നല്ല പ്രോഫിറ്റ് എല്ലാവരും എടുക്കുന്നുണ്ട്. കാരണം എന്താ, നമ്മുടെ ട്രെൻഡിനകത്ത് പോകും, നമ്മൾ വിചാരിക്കുന്ന ദിശയ്ക്ക് മാർക്കറ്റ് പോകുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. 140 പോയിൻ്റ് ക്വാണ്ടിറ്റി, 140 ക്വാണ്ടിറ്റിയാണുള്ളത്. അതുകൊണ്ട് കിട്ടിയ നല്ല കാര്യം കിട്ടുന്നത്. പക്ഷെങ്കിൽ വീണാലോ അതുപോലെ തന്നെ വീഴും. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നാളെ തിങ്കളാഴ്ച ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അത് സിവിയറായിട്ട് മിഡ് ക്യാപ്പിനെയും ബാധിക്കും. അപ്പോൾ അത് ഇവിടെ ചെന്ന് നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ കരുതി വെച്ചോളുക, ഇവിടെ ചെന്ന് നിൽക്കും എന്നുള്ള കാര്യം. അപ്പം ഇവിടെ ഇപ്പം നിലവിൽ നിൽക്കുന്നത് 13,900 റേഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഒരു 13,644 ഇതൊരു മേജർ സപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം. അപ്പം ഇവിടെ വന്ന് തട്ടി നിൽക്കുന്നുണ്ടോ നോക്കുക. 13,644 റേഞ്ചോ അല്ലെങ്കിൽ 13,554 റേഞ്ചോ തട്ടി വന്ന് നിൽക്കുന്നുണ്ടോ നോക്കുക. ഇതൊക്കെ നമ്മൾ ഇപ്പം പ്രഡിക്ഷൻ മാത്രമാണ് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു വായുവിലാണ് ഈ വരയ്ക്കുന്നത്, മനസ്സിലായോ? നമുക്ക് അറിയത്തില്ല മാർക്കറ്റ് എങ്ങനെയാണ് തിങ്കളാഴ്ച ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം.
അപ്പം ഇത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് അനുസരിച്ച് മാത്രമേ നമുക്ക് ബാക്കി ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ലെവലുകളൊക്കെ ശ്രദ്ധിച്ച് വരച്ചിട്ട് നോക്കുക, എവിടെയാണോ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ സെൻസെക്സിൻ്റെ കാര്യം എടുക്കാം. സെൻസെക്സിൽ പലരും കംപ്ലയിൻറ്റ് പറഞ്ഞു, സാറേ സെൻസെക്സിൻ്റെ കാര്യം സാർ മറന്നു പോകുന്നതല്ല, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം സെൻസെക്സിനെ പറ്റി ചെയ്താൽ മതി. കാരണം ബാക്കിയുള്ള ലെവലുകളെല്ലാം കൃത്യമായിട്ട് കിടപ്പുണ്ട്. കണ്ടോ, നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ വീക്കിലി അനാലിസിസ് നോക്കി കഴിഞ്ഞാൽ അതിനകത്തിലുണ്ട് കംപ്ലീറ്റ് സംഭവം സെറ്റപ്പ്. അപ്പോൾ നിങ്ങളത് നോക്കി ട്രേഡ് ചെയ്യാന്നുള്ളത്. പിന്നെ എല്ലാ ദിവസവും ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ നിഫ്റ്റി നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് സെൻസെക്സ് ചെയ്യാൻ വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ഇപ്പോഴും നോക്കിക്കുക, നമ്മുടെ ലെവൽ എന്ത് കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തേക്ക് നോക്കിയേ, എല്ലായിടവും കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആഴ്ച വരച്ചേയില്ല, ഇത് കഴിഞ്ഞ ആഴ്ച വരച്ചിട്ട് സാധനമാണ്. അപ്പം ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ടവർക്ക് വൃത്തിയായിട്ട് നോക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇനിയിപ്പം ഈ സെൻസെക്സിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു 300 പോയിൻ്റൊക്കെ വീഴുവാണെന്നുണ്ടെങ്കിൽ 1000 പോയിൻറ്റിനടുത്ത് ആര് വീഴും? സെൻസെക്സ് വീഴും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നോക്കിക്കേ 85,264 റേഞ്ചിലാണ് ഇപ്പം സെൻസെക്സ് നിൽക്കുന്നത് ഇല്ലേ, 85,264. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു 84,217 ഇവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 84,217 ഈ റേഞ്ച്. അപ്പോൾ നിങ്ങൾ ഈ ലെവലുകളുടെ കിടപ്പുണ്ട്. ഈ ലെവലുകളൊക്കെ നിങ്ങൾ നോക്കി വരച്ചിട്ട് അതാ നോക്കിക്കേ, ഞാൻ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതങ്ങോട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കി വരച്ചാൽ മതി. ഉണ്ടല്ലോ, ലെവലുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് ലെവലുകളെല്ലാം വരച്ച് തരിക. ഏത് ലെവലിലാണ് വന്ന് നിൽക്കുന്നത്, അവിടെ നിന്ന് എങ്ങനെ മാർക്കറ്റ് തിരിയുന്നു അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഞാൻ തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് നമ്മുടെ പിന്നെ ഡൗ ജോൺസൊക്കെ ഫ്യൂച്ചറൊക്കെ രാത്രി വെളുപ്പം കാലത്ത് തന്നെ ഓപ്പൺ ആവും. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി വെളുപ്പിനെ ഓപ്പൺ ആവും. അപ്പോൾ ആ ഓപ്പൺ ആകുമ്പം അതിൻ്റെ ഒരു സെറ്റപ്പ് അനുസരിച്ച് ഞാൻ രാവിലെ ഏർലി മോർണിംഗ് തന്നെ നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇടാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാം. ഞാൻ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ നിങ്ങൾ ആ വീഡിയോ കൃത്യമായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം. പഠിക്കണം എന്നുള്ളവർ നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് പോകണ്ട എന്നുള്ളവരും നിങ്ങൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ അറ്റവും മൂലം കണ്ടിട്ടാണ് പോകുന്നത്. എത്ര പറഞ്ഞും കാര്യമില്ല, നമ്മൾ മലയാളികളല്ലേ, നമ്മുടെ ആ സ്വഭാവം നമ്മൾ മാറ്റത്തില്ല. ഓക്കെ, കുറ്റം പറയുന്നില്ല. അപ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും തിങ്കളാഴ്ച ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.